ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹെയർ സെറമിൻ ലോഷൻ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വൈറൽ ആൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ശരിക്കും എൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല. ശരിക്കും ഞാനിത് അപ്ലൈ ചെയ്യുന്നത് ബോഡി ലോഷൻ എന്ന നിലയ്ക്ക് ബോഡിയിലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇതിൽ ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വാസ്ലിൻ ഹെയർ ഗ്ലൂട്ട, അതായത് നമ്മുടെ ഗ്ലൂട്ടാതയോൺ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ്. അപ്പോൾ ഇതിൽ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നിയാസിനമൈഡ് ഉണ്ട്, വളരെ ജെൻറ്റിൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിയാസിനമൈഡ് എന്ന് പറയുന്നത്. നിയാസിനമൈഡ് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഒരു നിയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. ഓവർ മെലാനിൻ പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാർക്കർ ആവും. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ്സിനെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നിയാസിനമൈഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ്. അതോടൊപ്പം തന്നെ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹൈലറോൺ, അതായത് ഹൈലറോണിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലിസറിൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് പെട്രോളിയം ജെല്ലി. പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഡീപ്പായിട്ട് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹെയർ സെറമിൻ ലോഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ 10 മോർ പവർഫുൾ ദാൻ വൈറ്റമിൻ സി. വൈറ്റമിൻ സിനെക്കാട്ടിലും 10 മടങ്ങ് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെ ശരിയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല. ഇതിൽ മെയിനായിട്ട് ഗ്ലിസറിനും അതേപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞല്ലോ, അതോടൊപ്പം തന്നെ വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലെങ്കിൽ ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ് പെർഫ്യൂം. അപ്പോൾ പെർഫ്യൂം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർ അപ്ലൈ ചെയ്യുമ്പോൾ മേ ബി ചിലപ്പോൾ അവരുടെ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എൻ്റെന്നൊക്കെ വെച്ചാൽ ഓയിലി ഒക്കെയാണ്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നും അപ്ലൈ ചെയ്തപ്പോൾ ഫീൽ ചെയ്തില്ല. പിന്നെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുകയാണെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പ്രശ്നമില്ല. പാരബൻസ് ഇൻക്ലൂഡ് ആണോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാരബൻസ് ഇൻക്ലൂഡ് ആണ്. പാരബൻസ് ഇൻക്ലൂഡ് ആയ ഒട്ടുമിക്ക പ്രൊഡക്ട്സും തന്നെയാണ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ പെർഫ്യൂം ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഇൻക്ലൂഡ് ആണ്. പക്ഷേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഓവർ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് ഒരു ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഇൻടേക്ക് ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും സൈഡ് എഫക്ട്സ് ഒക്കെ വരാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പുറമേ ഇടുമ്പം അത്രത്തോളം നമുക്ക് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. പക്ഷേ എങ്കിലും മേ ബി ചിലപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിൻ്റേതായ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും കേട്ടോ. അതിൽ ഞാൻ ഇല്ലാതെ തീർത്തും പറയുന്നില്ല. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു സെറമിൻ ലോഷൻ എന്നൊക്കെ കാണുമ്പം ചിലർ വിചാരിക്കും ഇത് സിറത്തിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. സിറത്തിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് ശരിക്കും ഒരു ബോഡി ലോഷനാണ്. നമുക്കൊരു മോയ്സ്ചറൈസറൊക്കെ പോലെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യണം എന്ന് നിങ്ങളുടെ അടുത്ത് പറയുക. നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ആക്ച്വലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാളും ബെറ്റർ നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. ഫേസിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്കൊന്നും തന്നെ ഫീൽ ചെയ്തില്ല കേട്ടോ. അത്യാവശ്യം നല്ല റിസൾട്ട് നൽകുന്ന പ്രൊഡക്റ്റാണ്. ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാറ്, ബോഡിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു 2 ആഴ്ച കൊണ്ടിട്ടൊക്കെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഫീൽ ചെയ്യും. നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും. നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്താലും നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്ലോ ഒക്കെ നമുക്ക് വിസിബിൾ ആകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ടെക്സ്ചർ. നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ ആദ്യത്തെ ഇംപ്രഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് അനുഭവപ്പെടും നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആകുന്നുണ്ട്, ക്വിക്കായിട്ട് തന്നെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ സ്റ്റിക്കി ഫീലൊന്നും ഇല്ല. പിന്നെ വളരെ മൈൽഡായിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള അമേസിങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടും. പിന്നെ ഒട്ടും തന്നെ സ്റ്റിക്കി ഗ്രീസി ഫീലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും അപ്ലൈ ചെയ്യുമ്പോഴും. അതോടൊപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക റിഫ്രഷ്ഡ് ആയിട്ടുള്ളൊരു ഫ്രഷ്നെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നല്ലൊരു ഫ്രഷ്നെസ് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഇവർ ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമില്ല, ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതാണ് ബെറ്റർ. എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ സെറമിക് ലോഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിൻ ഡള്ളാവുമെന്ന്. നമ്മുടെ സ്കിൻ ഡള്ളാവില്ല കേട്ടോ. അതായത് പറയുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്ന് ഡള്ളാവില്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ മേ ബി ചിലപ്പം സൺസ്ക്രീൻ ഇടാത്തത് കൊണ്ട് നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ടാനൊക്കെ ഉണ്ടാവും. ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് ഡള്ളാവുന്നതല്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് പ്രൊഡക്ട്സ് നമ്മൾ അപ്ലൈ ചെയ്താലും നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ വെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടു പോവരുത്. പിന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഓരോ 2 മണിക്കൂറിന് ശേഷം റീഅപ്ലൈ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ പെർഫ്യൂം ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ മേ ബി ചിലപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഇച്ചിങ് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അവർ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഇറിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിൽ ഹൈലറോണിക് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് ആ ഒരു മോയ്സ്ചർ ലെവലൊക്കെ ഇല്ലേ നല്ല രീതിക്ക് ലോക്ക് ചെയ്ത് നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഹൈലറോണിക് ആസിഡിനുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും. ആ കാരണം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ നിന്ന് മോയ്സ്ചർ ലോക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം മോയ്സ്ചർ ലോസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ഒരു ഗ്ലിസറിനുണ്ട്. സോ ഇതൊക്കെ കാരണം നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഓവർ ഡ്രൈയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ഡള്ളൊന്നും ആവാണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹൈഡ്രേഷനോട് കൂടി നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് നറിഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഓയിലി കോമ്പിനേഷൻ അതോടൊപ്പം തന്നെ നോർമൽ പിന്നെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഓക്കെ കുഴപ്പമില്ല. ഹൈലറോണിക്കും ഗ്ലിസറിനും അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നല്ല രീതിക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ സ്കിന്ന് ഓവറായിട്ട് ഡ്രൈ ആക്കുകയും ചെയ്യണം. അപ്പോൾ ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 325 രൂപയാണ്. ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓഫേഴ്സിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ML വൈസ് നോക്കുകയാണെങ്കിൽ 200 ml ആണ്. എറൗണ്ട് ഒരു എനിക്ക് തോന്നുന്നു 3 year ഷെൽഫ് ലൈഫ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഭയങ്കര അമേസിങ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ കുറേ പേര് അത്യാവശ്യം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. പിന്നെ അഫോർഡബിൾ പ്രൈസാണ്. നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആ ഒരു ജെൻറ്റിലായിട്ടുള്ള ഫ്രാഗ്രൻസ് ഒക്കെ കാരണം. അപ്പോൾ ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വാസ്ലിൻ്റെ ഹെൽത്തി ബ്രൈറ്റ് ഗ്ലൂട്ടാഹയ സെറമിൻ ലോഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള നിങ്ങളുടെ ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ.